3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവീൻ. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. നമുക്ക് ആദ്യം ഈ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് ഓർക്കാം. അതിനെ പാട്ടുപാടി സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്നാൽ അങ്ങനെയുള്ള നാം ഈ കാര്യം നമ്മുടെ ഭൂമിയിലായിരിക്കുന്ന ശിഷ്ടസമയം നാം എന്ത് ചെയ്താലും, അത് തിന്നാലാണെങ്കിലും കുടിച്ചാലാണെങ്കിലും എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് മഹത്വം കരയറ്റണം. ഈ കാര്യങ്ങൾ ചെയ്യാതെ നാം അലസമായി നടന്നാൽ കർത്താവിൻ്റെ നാമത്തെ നാം അപമാനിക്കുകയാണ് എന്നും അതിനർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന്, ക്രൂശിനെക്കുറിച്ച് നാം കേട്ടു, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് കേട്ടു. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ നമുക്കറിയാം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 7 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും ചെയ്തു. ഞാൻ വായിച്ചത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങളാണ്. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പല നിലയിൽ ചിന്തിക്കുന്നവരുണ്ട്. നാം ഒരു കാര്യം നാം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന തന്നെ, അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ. എന്താണ് മരണം? ക്രൂശ് മരണത്തിൽ രക്ഷിക്കുവാനുള്ള പ്രാർത്ഥനയല്ലത്. മറിച്ച് ഏതെങ്കിലും വിധത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ള ഭയം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഭൂമിയിലേക്ക് വന്നത്. ആ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ള ഭയമാണ്. അതെങ്ങനെയാണ്? 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 15-16 വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഹിതം ചെയ്യുവാനായിട്ടാണ്. യേശു പരീക്ഷിക്കപ്പെട്ടത് യേശുവിൻ്റെ ഹിതം ചെയ്യാനായിട്ടാണ്. യേശുവിൻ്റെ ഹിതം ഒരിക്കൽ പോലും ചെയ്തില്ല. അതിനു വേണ്ടിയാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. മറ്റൊന്ന് ഗത്സമനയിലെ വേദന എന്ന് പറയുന്നത്, ആ മരണത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിത്യത മുഴുവൻ പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മ 3 മണിക്കൂർ നേരത്തേക്ക് ഇല്ലാതെയായി പോകുമെന്നുള്ള ആ വിഷമമാണ്, ആ വേദനയാണ് തൻ്റെ രോമകൂപത്തിൽ നിന്ന് രക്തം ഒലിക്കുവാൻ ഇടയായിത്തീരുന്നത്. അല്ലാതെ അന്നത്തെ ശിക്ഷ എന്ന് പറയുന്നത് ക്രൂശ് മരണമാണ്. എല്ലാ മനുഷ്യർക്കും അന്നത്തെ ശിക്ഷയാണ്. അതല്ല പ്രധാനം ഇതാണ്. മാനവജാതിയുടെ പാപം മുഴുവൻ യേശുക്രിസ്തുവിന്റെ മേൽ വച്ചപ്പോൾ പിതാവ് തൻ്റെ മുഖം മറച്ചു. ഇങ്ങനൊരാളെ കാണാൻ കഴിയുകയില്ല. ദോഷം കണ്ണുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ള ദൈവം തൻ്റെ മുഖത്തെ മറച്ചു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. പിതാവിനോടുള്ള കൂട്ടായ്മയും സഹിത്വവും വിട്ടുള്ളത് നമ്മളെ പിതാവായ ദൈവത്തുമായിട്ടുള്ള യേശുക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി നാം പിതാവിനോടൊത്ത്, പുത്രനോടൊത്ത്, പരിശുദ്ധാത്മാവിനോടൊത്ത് നിത്യകാലം വാഴേണ്ടതിന് വേണ്ടി. ഇവിടെ അതിനുശേഷം നമ്മൾ മറ്റൊരു വാക്യം വായിച്ച എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ വിശുദ്ധന്മാരുടെ ഒരു പട്ടിക 11-ാം അധ്യായത്തിൽ വായിച്ചു. 11-ാം അധ്യായത്തിൽ വായിച്ച വാക്യം
ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് കാരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു എന്ന് വെച്ചാൽ മാറ്റപ്പെട്ടു, എന്ന് വെച്ചാൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ അതൊരു കാര്യം. എന്നാൽ അതിന് ശേഷമാണ് 12-ാം അധ്യായം ഒന്നുകൂടെയുള്ള വാക്യം വായിച്ചത്. ആകയാൽ സാക്ഷികളുടെ ഈ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പാപവും ഭാരവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. എന്നിട്ട് പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 11-ാം വാക്യത്തിൻ്റെ 40-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ, ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ പറഞ്ഞ ശേഷം 40-ാം വാക്യത്തിൽ പറയുകയാണ്, ഇവരൊക്കെ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. അതെന്താണെന്ന് കർത്താവേ ഞങ്ങളെ കാണിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് യേശു ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതം. അതാണ് ജയാളികളായി ജീവിക്കുന്ന ജീവിതം. പഴയ നിയമത്തിൽ അത് അസാധ്യമാണ്. അതിനെക്കുറിച്ച് തുടക്കത്തിൽ നമ്മൾ കേട്ടല്ലോ. ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്, പൂർത്തിവരുപ്പാൻ കഴിയാഞ്ഞത് ബലഹീന നിമിത്തമാണ്, മനുഷ്യൻ്റെ ബലഹീന നിമിത്തമാണ്. നാമോ ബലമുള്ളവരാണോ? നാമും ബലഹീനരാണ്. നാം ഉറച്ചിരുന്ന ഒരു ശ്വാസം മാത്രമാണ് നമ്മുടെ ശരീര ആരോഗ്യ നിമിത്തം പറഞ്ഞാൽ. എനിക്കിവിടെ നിൽക്കാൻ ത്രാണി തരുന്ന ദൈവമാണെന്ന് എനിക്ക് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. എന്നാൽ ആത്മാവിൽ നാം ബലപ്പെട്ടവരാണെങ്കിൽ, ആത്മാവിൽ നാം പുതുക്കം പ്രാപിച്ചവരാണെങ്കിൽ, നാം ഇവിടെ തീർന്നാലും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു സമയം വരും. ഈ ശരീരം ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഇതിന് തേജസ് പ്രാപിക്കും. നാം ശരീരത്തിലിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നെങ്കിൽ ഈ ശരീരം രൂപാന്തരപ്പെടും. നാം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയ നമ്മളെ കർത്താവിൻ്റെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിലെ രണ്ടാമത്തെ ലേഖനം ഇതിനെക്കുറിച്ച് സഹോദരൻ ചെറുതായിട്ട് സൂചിപ്പിച്ചല്ലോ. നമ്മളൊക്കെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിനാകെ നമ്മോട് സംസാരിക്കാനുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. അത് നാം അവഗണിച്ചാൽ, അതിനെ നാം നിസ്സാരമായി കരുതിയാൽ ദൈവഭയം നമ്മളിൽ നഷ്ടപ്പെട്ടു. നാം ഭയം കൂടാതെ കർത്താവിനെ സ്നേഹിക്കണമെന്നും സേവിക്കണമെന്നും പറഞ്ഞതൊരു ഒരു കാര്യം. എന്നാൽ ദൈവഭയം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ദൈവം നമ്മോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നാം അലസമായിട്ടിരുന്നാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തോട് എന്നോടൊന്നും പറയണ്ടേ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാൻ കേൾക്കത്തില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, അത് തുടക്കം നമ്മൾ പ്രാർത്ഥിച്ചു, പാട്ടുപാടി. തുടക്കം മുതൽ നാം ദൈവത്തോടൊത്തായിരിക്കണം. ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരിക്കണം. ഒരു കുഞ്ഞിൻ്റെ കൂടെ കൂടി ആ ഒരു വാക്യം പറഞ്ഞാൽ പോലും അതിലൂടെ നമ്മളോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. ദാഹത്തോടെ ഇരുന്നാൽ, നാം ഉറക്കം തൂങ്ങിയിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. നന്നായിട്ട് ഉറങ്ങി വേണമെങ്കിൽ ഒരു സ്വപ്നവും കണ്ട് എഴുന്നേക്കാൻ പറ്റും. അങ്ങനെയല്ല നാം ദൈവസന്നിധിയിരിക്കേണ്ടത്. ഒരു മീറ്റിങ്ങിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതിന് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. വേറൊന്നുമല്ല, ദൈവത്തിനെ സംസാരിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പം ഫോൺ കോൾ വരുന്നു, ഫോൺ എടുക്കുന്നു, വെളിയിലോട്ട് ഓടുന്നു. ആകെ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ പറയും ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെന്നുള്ളൊരു ദൈവഭയം വേണം. അതിനെക്കുറിച്ച് ചെറിയ കാര്യം പറഞ്ഞുള്ളൂ. ഒരു മുറിപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ചെറിയ കാര്യം മതി നമ്മൾ മുറിപ്പെടാൻ. അത്രമാത്രം നാം ബലഹീനരാണ്.
എന്നാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുമ്പോൾ ഈ ദേഹി, ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ മോഹങ്ങൾ, ഈ എന്നെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ഇരിക്കുന്നതെന്ന് വേണം എഴുന്നേറ്റ് പോലും സംസാരിക്കുവാൻ നമ്മുടെ ദേഹി നമ്മോട് പറയും. എന്നാൽ അതിനെ മരണത്തിന് ഏൽപ്പിച്ച ശേഷം അടങ്ങിയിരിക്കുക എന്ന് നമ്മൾ തന്നെ പറയേണ്ടതായ, നമ്മുടെ ആത്മാവ് പറയേണ്ടതായ സാഹചര്യങ്ങൾ ഒരു മീറ്റിങ്ങിൽ പോലും ഉണ്ടാകാം, ഒരു യോഗത്തിൽ പോലും ഉണ്ടാകാം. നാം അത്രയും സമയം ഇരിക്കുമ്പോൾ നാം വളരെ ശക്തമായി പരീക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് വരാം. വേഗത്തിലൊന്ന് പറയാം, സമയം കുറച്ച് മുമ്പോട്ട് പോയി. 2 പത്രോസ് 1 അധ്യായം 1 അധ്യായത്തിൽ 5 വാക്യത്തിൽ പറയുന്നത്, 4 വാക്യത്തിൽ പറയുന്നു, കർത്താവ് നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാനിട വരുന്നു. ഇത് പറഞ്ഞിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കിത് അറിയാം, ഈ വാക്യങ്ങളെല്ലാം അറിയാം. സകല വിശ്വാസം, സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ സ്വഭാവത്തോട് പരിജ്ഞാനം, ഇന്ദ്രിയജയം ഇങ്ങനെ കൂട്ടി വന്നാൽ അവിടെ 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എഴഞ്ഞ് കയറുക നല്ല പറഞ്ഞിരിക്കുന്നത്, ധാരാളമായി പ്രാപിക്കും. ഓർത്ത് നോക്കുക, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ നമുക്ക് സംശയം പോലും ഉണ്ടാകുകയില്ല, കർത്താവ് എടുക്കപ്പെടുമോ ഇല്ലയോ എന്ന് സംശയം പോലും ഉണ്ടാകുകയില്ല. എന്തൊക്കെ ചെയ്യണം ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് കാണാപ്പാഠം പഠിച്ച് നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടി ഒക്കെ ദാനം ചെയ്തിരിക്കുന്നു. ഇവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പിന്നെ കൂട്ടാൻ പറഞ്ഞിരിക്കുക, കൂട്ടി ചെയ്താൽ ഇവയില്ലെങ്കിൽ കുരുടനാണ്, ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്, മുമ്പിലത്തെ പാപം മറന്നവരുമാണ് എന്ന് 9 വാക്യത്തിൽ പറഞ്ഞു. എന്നിട്ട് പത്രോസ് പറയുന്നത്, അതുകൊണ്ട് 12 വാക്യം, അതുകൊണ്ട് നിങ്ങൾ അറിയുകയും, അതിനകത്ത് വായിക്കാവോ? അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികയും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കും. ഏത് കാര്യമാണ്? ധാരാളമായിട്ടുള്ള ഒരു പ്രവേശനം നമ്മുടെ മുമ്പിലുണ്ട്. അത് സകല ഉത്സാഹവും കഴിച്ച്, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. നമുക്ക് തന്ന ദാനം പരിശുദ്ധാത്മാവ് കൃപയാൽ ലഭിച്ചതാണ്. നാം ഇതുവരെ നടത്തപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. ഇതൊക്കെയും പറയുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. സകല ഉത്സാഹവും കഴിച്ച് നാം ഉറങ്ങിപ്പോകരുത്. നാം ഇപ്പോൾ മാത്രമുള്ള ഒരു കാര്യമല്ല പറയുന്നത് ഉറങ്ങിപ്പോകരുതെന്ന്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവരായിട്ട്. സൗരൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്, കർത്താവ് വേദനയോടാണ് പറഞ്ഞത്, പത്രോസേ നീ ഉറങ്ങിപ്പോയോ? സാരമില്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കുറവുള്ളൊരു കാര്യം പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ഉറക്കം വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഏറ്റവും ആവശ്യമുള്ളതും പ്രാർത്ഥനയാണ്. അതിനുശേഷം പത്രോസ് ഒരു കാര്യം കൂടെ പറയുകയാണ്. 14 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം ഒളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നോടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നത് യുക്തം എന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് വലിയ അതിയായ ആഗ്രഹമുണ്ട്.
എന്നാൽ അടുത്ത വാക്യം വായിക്കാവോ? നിങ്ങൾ അത് ആ എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവിധം ഞാൻ ഉത്സാഹിക്കും. ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകും. എന്നാൽ ആ കൂടാരം പൊളിയുന്നത് വരെയും ഈ കാര്യം ഞങ്ങളിനെ ആകപ്പാടെ 166 വാക്യമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. 2 അധ്യായം 2 ലേഖനങ്ങളിൽ കൂടെ 166 വാക്യമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാത്തിനും വളരെ ഗൗരവമുള്ള വാക്യങ്ങളാണ്. അത് ഞാൻ നിര്യാണം വരെ ഈ കാര്യം ഓർപ്പിച്ചുകൊണ്ടിരിക്കും. നിര്യാണത്തിൻ്റെ ശേഷവും ഓർക്കണം. ഇത് AD 64 എഴുതുക. AD 64 ഈ 2 ലേഖനങ്ങളും. ഇന്ന് AD 2024 2024 64 കുറച്ചാൽ എത്ര കിട്ടി? 1960 വർഷമായി. അതിനിടയ്ക്ക് കുറച്ച് ഇരുട്ടിൻ്റെ സമയമൊക്കെ ഉണ്ടായിരുന്നു വിചാരിച്ചു. നമുക്ക് ഈ പുസ്തകം കിട്ടിയിട്ട് 100-500 വർഷമേ ആയുള്ളൂ എന്ന് വിചാരിച്ചു. എന്നാലും പുസ്തക ചുരുളിൽ വായിച്ചും കേട്ടും ഈ പത്രോസ് പറഞ്ഞത് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഏതാ എൻ്റെ നിര്യാണത്തിന് ശേഷം ഇന്നും അത് ഓർപ്പിക്കുകയാണ് നമ്മോട്. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു? നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അതിനുശേഷം പറയുകയാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. 2-ാം അധ്യായത്തിൽ എന്താണ് കള്ളപ്രവാചകന്മാരുടെ അടയാളം? അവർ നാശകരമായ വ്യാജ ഉപദേശം രഹസ്യമായി ഉപേക്ഷിപ്പിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുന്നു. ശ്രദ്ധിച്ചോ നമുക്ക് ഈ അവിടം വരികയില്ലെന്നും വിചാരിക്കുകയാണ്. വളരെ തന്ത്രപൂർവമായിട്ടാണ് ഇവിടെ പത്രോസ് പറഞ്ഞത്. ഇത് അവിശ്വാസികളിൽ നിന്ന് പുറം ലോകത്തിൽ നിന്ന് വരുന്നൊരു വിചാരനെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. കള്ളപ്രവാചകന്മാരെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇതുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്തൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ ദുഷ്കാമ പ്രവർത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. കർത്താവേ, ഞങ്ങളുടെ ഇടയിലൊന്നും ഒരാൾ പോലും ഉണ്ടാകല്ലേ. അതിന് പുറകെ പോകുവാൻ ഇടയാകല്ലേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ് പത്രോസ് നൊന്തു പറഞ്ഞത്. എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷവും ഈ 2 ലേഖനങ്ങളും സമയം 166 വാക്യമേ ഉള്ളൂ. 2 ലേഖനങ്ങളും എടുത്ത് വായിക്കണം. നമ്മളെ വായിക്കണം. വളരെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നടപ്പ് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു മാതൃക നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ആ മാതൃക പിന്തുടരണം. യേശു നമ്മുടെ മുമ്പിൽ പോയി. നാം പോയ കാര്യങ്ങളിലെല്ലാം അവൻ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്, കർത്താവാണ്. നാം കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ പ്രാർത്ഥന ഒരു നീണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. തുടങ്ങുന്നത് ഇത് സംസാരിച്ച ശേഷം, അതായത് 26-ാം അധ്യായം പറഞ്ഞ ശേഷം. അധ്യായമൊക്കെ മനുഷ്യനുണ്ടാക്കിയതുകൊണ്ട് ഇത് തുടർമാനം പറഞ്ഞ് വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. 16-ന്റെ അവസാനത്തെ വാക്യം, 33-ാം വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു 33.5 വർഷക്കാലം താനും ഈ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. ക്രൂശിലെ കഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത്, തൻ്റെ ജീവിതകാലത്തെ കഷ്ടതയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അതാണ് 1 പത്രോസ് 4 എടുക്കണ്ട, ഞാൻ പറഞ്ഞോളാം. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി എടുത്തുകൊള്ളുവിൻ. ആയുധമായി എടുത്തുകൊള്ളുകയും ശേഷിച്ചിരിക്കുന്ന കാലം, ആ ആയുധം എടുത്താൽ ശേഷിച്ചിരിക്കുന്ന കാലം
നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നാണ് ആ വാക്യം പറയുന്നത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. അങ്ങനെയല്ലേ? ആ ജഡത്തിൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ചെയ്യേണ്ടതിന് പാപം വിട്ടൊഴിയുക. അതെ അതെ, മനോഹരമായ ഒരു വാക്യം. അത് ക്രൂശിലെ കഷ്ടതയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ക്രൂശിലെ കഷ്ടത, ക്രൂശിലേക്ക് പോകുവാൻ നമുക്ക് കഴിയുകയില്ല, നമ്മളത് ആവശ്യപ്പെടുന്നുമില്ല. നമ്മുടെ ജഡത്തിനൊരു കഷ്ടതയുണ്ട്. എന്തിന്? നമ്മുടെ മോഹത്തിനനുസരിച്ച് പോകുമ്പോൾ, നോ പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ, നോ പറയുമ്പോൾ അതിനൊരു വേദനയുണ്ട്. ആ ഒരു കഷ്ടതയാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പത്രോസ് ലേഖനം മറക്കരുത്. കർത്താവിന് വരെ അത് ഓർത്തും ധ്യാനിച്ചിരിക്കണം. 4:1 ഞാൻ വായിച്ചത്, 4:1. അതിനകത്ത് പല വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന യേശു പറഞ്ഞു. ഇത് സംസാരിച്ച ശേഷം യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, സമയം വന്നിരിക്കുന്നു, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടത്. പുത്രനും പിതാവിനും എന്തെങ്കിലും മഹത്വം കുറവായിട്ടാണോ ഇത് പറയുന്നത്? ഒരിക്കലുമല്ല. തേജസ്സിൽ വസിക്കുന്ന ദൈവം, പരിശുദ്ധനായ ദൈവം, ദോഷം കാണാൻ കഴിയാത്ത ദൈവം, നിർമ്മല ദൃഷ്ടിയുള്ള ദൈവം, ആ ദൈവത്തിന് മഹത്വം കുറവായിട്ടല്ല. ഞാൻ പറയാം, എന്താണെന്നറിയാവോ? നമ്മൾ മഹത്വം എടുത്താൽ നമ്മൾ മഹത്വം എടുക്കും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുന്നത്. നമ്മളൊരു വിഗ്രഹാരാധിയായി മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഇല്ലേ? നമ്മൾ നന്നായിട്ടൊന്ന് പാട്ട് പാടിയാൽ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ കൂടുതൽ പേര് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പേര് ഹല്ലേലൂയ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സുഖം വരുന്നില്ലേ? നമുക്കൊരു പ്രത്യേകതയൊക്കെ തോന്നുന്നില്ലേ? വചനം ശുശ്രൂഷിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നുന്നില്ലേ? എന്ത് സഹോദരന്മാരെ, ഇത് ഈ പൊളിച്ച് കളയുന്ന പോലെ പൊളിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കളഞ്ഞ് നമ്മുടെ സമയം തീരുമ്പോഴത്തേക്കും കർത്താവ് പറയുന്ന പോലെ അതിൻ്റെ ഒറിജിനലിലേക്ക് വരും. കർത്താവിന് മഹത്വം കരയില്ല. നമ്മൾ ഈ മഹത്വം എന്നൊക്കെ പറയുമ്പോൾ മഹത്വം കരയേറ്റ് ചെല്ലുന്നുണ്ടോ? കർത്താവിനാണോ നാം മഹത്വം കരയേറ്റുന്നത്? കർത്താവിനാണോ നാം സ്തുതി ചെയ്യുന്നത്? എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണമെന്ന് തുടക്കത്തിൽ 2 വാക്യം വായിച്ചല്ലോ. അതിനുശേഷം ഇവിടെ മനോഹരമായ ഒരു വാക്യം. നമ്മളിപ്പോൾ ട്രാക്റ്റ് അടിക്കുന്നുണ്ട്. ട്രാക്റ്റ് കൊടുക്കാനായിട്ട് അടിക്കാൻ കൊടുത്തിരിക്കുക. അതൊരു നല്ല കാര്യമാണ്. ഇന്ന് ട്രാക്റ്റൊക്കെ വളരെ മനുഷ്യരംഗം മടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. എന്നാലും കൊടുക്കണം. കർത്താവ് തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു, നമുക്കറിയത്തില്ല. നമുക്കറിയാമായിരുന്നെങ്കിൽ നമുക്ക് അവർക്കൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. അവരെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ 17-ാം അധ്യായത്തിൽ അതിൽ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കാൻ. അത് മനസ്സിരിക്കണം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കാൻ എന്ത് ചെയ്യണം? അവർ എല്ലാവരും ഒന്നാകേണ്ടത്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം. ട്രാക്ട് കൊടുക്കുന്നത് എളുപ്പമാണ്. ഇത് ഇച്ചിരി പ്രയാസം. ഏതാ? നമ്മളെല്ലാവരും ഒന്നായിത്തീരുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ വായിക്കും, ആ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. നമ്മളിവിടെ അപ്പം എടുത്ത് വെച്ച് പറയുന്നുണ്ടല്ലോ, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. എങ്ങനെയാണ് പലരായ നാം ഒരു ശരീരമാകുന്നത്? പലരായ പല 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 ഗോതമ്പ് മണികൾ അള്ളറിലിട്ട് പൊടിഞ്ഞ് കുഴച്ചെടുത്ത് അപ്പമാക്കിയതാണ് ഈ മേശയിൽ ഒരു അപ്പമായിട്ടിരിക്കുന്നത്. അത് പല അപ്പങ്ങൾ, പല ഗോതമ്പ് മണികൾ നുറുങ്ങിപ്പൊടിഞ്ഞുകൊണ്ടാണ്.
നാം ഈ അപ്പം എടുത്ത് പറയുമ്പോൾ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും. അത് അപ്പം നുറുക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളാണ് നുറുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അംശം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, എൻ്റെ ശരീരം നുറുങ്ങുവാൻ ഞാൻ ഏൽപ്പിക്കുകയാണ്, എൻ്റെ ശരീരം നുറുങ്ങുവാൻ ഞാൻ ഏൽപ്പിക്കുകയാണ്. എങ്ങനെ? നാം പ്രലോഭിപ്പിക്കപ്പെടുന്ന ഓരോ സന്ദർഭത്തിലും സഹോദര വിരോധമായിട്ടൊരു മനസ്സിൽ പൊന്തി വരുമ്പോൾ ഈ പാപമെന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ ആഴം, നമ്മുടെ ചിന്തകൾ പോലും സൂക്ഷിക്കണം. നമ്മുടെ ചിന്തയിൽ വരുന്ന പാപവും ദൈവം കാണുന്നുണ്ട്. ഇവിടിരിക്കുന്ന ഒരു മനുഷ്യർ പോലും കാണുന്നില്ല, ഒരാൾ പോലും കാണുന്നില്ല, എന്നാൽ ദൈവം അത് കാണുന്നു. എന്താണ് ചിന്തിച്ചത്? ചിന്ത മോശം വരുമ്പോൾ ഉടൻ തന്നെ കർത്താവോട് പറയും, കർത്താവേ ഞാൻ മോശമായിട്ടാണ് ചിന്തിച്ചത്. അത് കഴുകൽ പ്രാപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റുള്ളവരോട് ക്ഷമ ചോദിച്ച പാടാണ്, പക്ഷെ ഇത് കഴുകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അത് ചെയ്യലെന്നുള്ള കുഴപ്പം, കാരണം ആരും അറിഞ്ഞില്ല. അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത്. അയ്യോ, ഞാൻ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഞാനിവിടെ നിന്ന് ഈ വീമ്പ് പറഞ്ഞ് സംസാരിച്ചതുമൊക്കെ എൻ്റെ രഹസ്യങ്ങളൊക്കെ വരുന്നൊരു ദിവസമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചോണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ കാര്യം ചിന്തിക്കണം. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ചിന്തിക്കണം. എല്ലാം ന്യായവിസ്താരത്തിലേക്ക് വരുന്നൊരു ദിവസം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്തായിരുന്നു? ആയിരിക്കുന്ന സഹോദരനെ തലക്കടിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണ്, അത് അപകടമാണ്. എന്നാൽ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ചിലയിടത്ത് നിന്ന് മുട്ടുന്ന ചിലയിടത്തല്ല. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അതിനകത്ത് വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സത്യമഞ്ചകളെയും വേർപെടുത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആത്മാവ് സ്വതന്ത്രമാകണം. ദൈവവചനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് സ്വതന്ത്രമാകണം. ജഡം നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ, മറന്നുപോയോ? ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ട്രാക്ട് കൊടുക്കുന്നതല്ല. നാം ഇവിടെ തുടങ്ങുന്ന അത് ഇവിടെ ഈ പുസ്തകത്തിൽ അത് POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഈ വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും എന്ന് പറഞ്ഞ് അങ്ങനെ അത് ലോകം അറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലോകം അറിയുമെന്ന്, നമ്മളെ ശ്രദ്ധിക്കുന്നവർ ഈ കാര്യം അറിയുമെന്ന്. ഏതാ? യേശു ക്രിസ്തു ജനത്തെ രക്ഷിപ്പാൻ വന്ന, അങ്ങനെയല്ലേ അത് എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എല്ലാവരും ഒന്ന് നോക്കിക്കേ, അപ്പോൾ അതിലൊന്ന് നോക്കിക്കേ. ട്രാക്ട് കൊടുക്കുന്നതിനേക്കാളും വലിയൊരു ശുശ്രൂഷയാണ് ശരീരം ഒന്നായി പണിയപ്പെടുക എന്നുള്ളത്. കർത്താവിന് മഹത്വം, കർത്താവിന് സ്തോത്രം. പിന്നെ കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നാൽ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം. ഇത് അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഇത് ശിഷ്യന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമാണോ? അല്ല. അതായത് അവരുടെ വചനത്താൽ, വാക്യം കണ്ടോ? 20-ാമത്തെ വാക്യം ഇവർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. വചനത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഞാൻ നേരായത് നടക്കട്ടെ, എന്നിലുള്ള കാപട്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നേരായിട്ട് സത്യമായിട്ട് ഞാൻ നടക്കട്ടെ, സത്യമായി അങ്ങ് ഒന്ന് സ്നേഹിക്കട്ടെ. അങ്ങ് അതിനകത്ത് മാത്രം സ്നേഹിച്ചു എന്നുള്ളത്
യഥാർത്ഥമായിട്ടൊരു വെളിപ്പാട് എനിക്ക് നൽകണമേ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. 11-ാം വാക്യം. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരും. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടത് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അയ്യോ, ഇതൊന്ന് ചിന്തിച്ചോ? ഈ വാക്യം ഒന്ന് ചിന്തിച്ചോ? നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഒന്ന് ചിന്തിച്ച്. അതായത് ഞാനും പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവം എങ്ങനെയായിരിക്കുന്നു അതുപോലെ അവരും നമ്മിലാകേണ്ടതിന്. ഓ, അതെന്താണെന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മുടെ പാപം യേശുക്രിസ്തുവിൻ്റെ മേൽ വെച്ചപ്പോൾ പിതാവായ ദൈവം തൻ്റെ മുഖം മറച്ചു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നമ്മളെ ആ പുത്രനെയും പുത്രനെയും പരിശുദ്ധ നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നാക്കണമേ. ഇതാണ് സഭ. സഭ ഇതാണ്. ഒരു കൂട്ടമല്ല, ഒരു ബിൽഡിംഗ് അല്ല, ഇഷ്ടികയല്ല, ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിയുന്ന സഭ. ആ സഭയിൽ നമ്മളെ ആക്കി ജീവനുള്ള കല്ലുകളായിട്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കും. ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് ആവർത്തിച്ച് പറയുകയാണ്. അവർ നമ്മെപ്പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള ആ കൂട്ടായ്മ എങ്ങനെയായിരുന്നു അതുപോലെ. ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവനെ മുഴുവനായി അർപ്പിക്കുന്നതേ കണ്ടെത്താൻ കഴിയുള്ളൂ. നമ്മുടെ ചിലരൊക്കെ പറയുകയില്ലേ, എൻ്റെ മൂക്കിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്ന്, ഏതാണ്ടിരിക്കുന്നതെന്ന് പറയുകയില്ലേ. നമ്മളും അതിൽ നിന്ന് ഒട്ടും മോശക്കാരല്ല. എന്നാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സത്യമല്ലേ? നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇടയ്ക്കൊക്കെ ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി നിന്ന സമയങ്ങളുണ്ട്. നമുക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് വരാം.